യോ വാട്ട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഗെയിമായിട്ടാണ് ഗ്രാനി 3. ഇയാളെ കളിച്ച ഗ്രാനി 2 ആണ് ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാനി 3 ആയിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ്. എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഗെയിമാണ് ഗ്രാനി 3. അപ്പോൾ നമുക്ക് നേരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ് ഗ്രാനി, പക്ഷേ ഗ്രാനി 3 എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. നൈറ്റ്മർ ഇതാണോ ഗൈസ്? നൈറ്റ്മർ എൻ്റെ ദൈവമേ. മ്യൂസിക് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്, ഭയങ്കര ഇതാണ്. ക്വാളിറ്റി ഹൈ ഗൈസ്. അപ്പോൾ സ്ലണ്ടറിന് എന്തിലും എല്ലാത്തിലും ഉണ്ട് കേട്ടോ. സ്ലണ്ടറിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, സ്ലണ്ടറിനും എല്ലാത്തിലും ഉണ്ട്. ഷെടേ ഗ്രാനിയെ മാത്രം ഇടുന്ന കാര്യമില്ല, സ്ലണ്ടറിനെ വേണ്ട. ഗ്രാനി മാത്രം. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഹെഡ്സെറ്റൊക്കെ എടുത്ത് വെച്ചാൽ ഫുൾ സൗണ്ടാണ് നോക്കുന്നത്, എനിക്ക് മനസ്സിലാവായിരിക്കും. കണ്ടിട്ട് പേടിയായിരുന്നു. സ്കിപ്പ് ഇൻട്രോ വേണ്ട, നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കുക എങ്ങനെയാണ് സംഭവം. പക്ഷെ പൊട്ടനാണോ ഗൈസ്? ഇത്രയും വലിയൊരു പ്രേതകാലുള്ള വീട് കണ്ടിട്ട് അതിനകത്തോട്ട് കയറിപ്പോയി. ആഴല്ല ഈ ക്യാമറ കാണാൻ പോലും അടഞ്ഞു. എന്ത് വിഷമായിരുന്നു. അപ്പോൾ ഇവനാണ് നമ്മൾ. അങ്ങനെ വീട്ടിൽ നിന്ന് വേണം രക്ഷപ്പെടാനില്ല. സ്കിപ്പ് ഇൻട്രോ കൂട് തുടങ്ങടേ കളി. നൈറ്റ്മർ ഒന്നും അല്ല, എനിക്ക് കാണാൻ പോലും looking for the chunky one. ഞാൻ 5 പ്രാവശ്യം ചത്തു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എൻ്റെ ആക്കും. കാരണം ഇത് വെറുതെ നാളെ കാണാൻ എന്നെക്കൊണ്ട് നടക്കത്തില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഉഫ്, കിടക്കുന്ന സാധനം കണ്ടോ കേസ്? ഇതിനും കീ വേണം. കീ ആണോ കേസ്? കാണാൻ കേട്ടോ. മാച്ചസ് കിട്ടി. മാച്ചൊന്നും ആവശ്യമില്ല എനിക്ക്. ആവശ്യം കല്ലല്ലേ ഇത്? ആരോണ്ട് ഇവിടെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാനി പുറത്താന്ന് എനിക്ക് തോന്നുന്നു. സെൻസിറ്റിവിറ്റിയിലൊന്ന് കൂട്ടിയിടുക. സ്പീഡും ഇല്ല. ഈ സാധനം കൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റില്ലേ? ടോപ്പ് ചെയ്യണം. ഇത് എന്ത് ചെയ്യണം? ഇത് എന്തുവാടേ? കണ്ണ് കാണാൻ മേലെ ശരിക്കും. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഒരു ആവറേജ് ഇത് വേണം ഗൈസ്. അതിൻ്റെ ഷെഡ് കീ ഞാനിപ്പോൾ അവിടെ കൊണ്ട് എടുക്കും. ട്രൈ ചെയ്യാം. മാക് ബോക്സ് പുറത്തിട്ടിരിക്കുകയാണ്, കാരണം ആവശ്യം വരെ നമുക്ക് എടുക്കാൻ. വേറെ അവിടെ സെറ്റിങ്സ് ഉണ്ടോ? പാട്ടൊക്കെ ഉണ്ടോ? എന്തിരുട്ടാണ് ഗൈസ്. കാറിനകത്ത് വല്ല സാധനം കാണും, അതിനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന്. ഇതിനുണ്ടോ? ഒന്നുമില്ലല്ലേ. ഏടേ ഒരൗണ്ട് അടിച്ച് വീട്ടിൽ തന്നെ കയറി ഗൈസ്. മനുഷ്യൻ പേടിച്ചു കേട്ടോ. കാര്യമായിട്ട് ഭയങ്കര സ്പീഡില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്പീഡ് പോലുമില്ല. ഈ വലിയ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഒരു ഗതി അറിയത്തില്ല. ജസ്റ്റ് പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ ഞാൻ. ഇവിടെ
ഞാനിവിടുന്ന് രക്ഷപ്പെടുകയല്ലേ 100% ഉറപ്പായി. ഈ വഴി ഇത് എവിടെ എങ്ങോട്ടാണ് ഞാനീ പോകണ്ട? ഇപ്പോൾ അത് പറ, മനസ്സിലാവുന്ന പോലില്ല. ഒന്നുമില്ലടേ ഇതിനകത്തൊന്നും. വേർ ഈസ് ദ സ്റ്റെപ്പ് മെയ്റ്റ്? അടേ ഏതറി ഈ വഴി? നമ്മൾ അവിടെ എത്തി. അങ്ങനെ അവസാനം ഫൈനലി താഴെ അവരെ കണ്ടെന്ന് ഞാൻ തോന്നുന്നു. അവരവിടെ ഉണ്ട് അടിയിൽ. ലുക്കിംഗ് ഫോർ ദ ചങ്കി വൺ. എൻ്റെ ഗ്രാനി തള്ളേ നീ പോ, നീ അടി കൊണ്ടാ. കാര്യം പറയട്ടെ, ഗ്രാനി 2 ആണ് ഏറ്റവും എളുപ്പം. സാധനം മുള്ളം പന്നിയുടെ പോലത്തെ സാധനം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തേലും ഉണ്ടാവണേ അവിടെ ഒരു സാധനം പോലും ഇടാ. ഞാൻ എങ്ങനെ കളിക്കൂ നീ പറ? ഇതെന്താണേ, ഒരു സാധനം പോലും ഇല്ല. എൻ്റെ ഒരു ഇച്ചിരി വെട്ടാൻ തരുമായിരുന്നു. ഇത് ഫുള്ളൊരുമാതിരി ഇരുട്ട്, സ്പീഡും ഇല്ല. എങ്ങനെ സാധിക്കുന്നത്? അവരുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഗൈസ് എല്ലാ ഡോറും ലോക്കാ ഗൈസ്. ഇങ്ങോട്ട് വരെ വഴിയുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല ഗൈസ്. വലിയ ഹൗസൊക്കെ തന്നെ. പക്ഷെ ഇത് വേറെ വഴികളും ഉണ്ട് ഇവിടെ. ഈ കീ നോക്കണമെങ്കിൽ ഇവിടെ ഇത് ഞെക്കിയാൽ മതിയല്ലേ. ഓക്കെ. ഇവിടെ എത്തി നമ്മൾ ഇവിടെ എത്തി ഫൈനലി. കേറടെ ഒന്ന്. ഗൈസ് നമ്മൾ ഇവിടെ എത്തി. അങ്ങനെ എന്താ ഗൈസ്, ഈ കാക്കാനെ നമ്മൾ തൊടല്ലേ കേട്ടോ. ഇത് നമ്മളെ കൊല്ലും കേട്ടോ ഈ സാധനം. കാക്ക നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഞാനത് പറഞ്ഞേക്കാം ഇപ്പോഴേ. അവസാനം നമ്മളെ കൊല്ലും, കൊത്തുക നമ്മളെ. എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഈ സാധനം. ഗ്രാനി 2 തന്നെ ഓൾവേസ് ബെറ്റർ. ഇപ്പോഴാ പറയാമല്ലോ, ഗ്രാനി 2 ആണ് ഏറ്റവും ബെറ്റർ. ഐ ആം ലുക്കിംഗ് ഫോർ ദ ജംഗി വൺ. ഇറ്റ് ഡസൻറ്റ് വർക്ക്. ഇതെന്തോ ഇത്? നീഡ് എ ഫ്യൂസ്. ഒരു സാധനം പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ സ്ഥലത്തി വഴി കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നല്ല സമയം എടുക്കും ഗൈസ്. മറ്റൊരു തൂണ് പോലത്തെ സാധനം ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം ഇവിടുന്ന്. ഗൈസ് പിടിച്ചിട്ടുണ്ട്. സ്പീഡില്ല ഗൈസ്. എങ്ങനെ കളിക്കും പിന്നെ ഞാനത്? സ്പീഡ് പോലും ഇല്ല. എന്തായാലും കണ്ടുപിടിക്കണമെങ്കിൽ തപ്പണം. അതിനൊന്നും ഒരു കീയും ഇല്ല, ഒരു സാധനവും ഇല്ല. ഇതിൻ്റെ അടിയിലോട്ടെങ്ങാനും പറയാൻ നടക്കത്തുള്ളൂ. അതിൻ്റെ അടിയിൽ പോകണേ കാര്യമായിട്ട് ഞാൻ പറയാം. എനിക്കിവിടെ മടുത്ത് കാര്യമായിട്ട് പറയാം. എന്തെങ്കിലും ഉണ്ടാ, എന്തിനും എല്ലാ സാധനത്തിനും എന്തെങ്കിലുമൊക്കെ സാധനം വേണമെന്നാണ് ഇവർ പറയുന്നത്. ഗ്രാനിയെ തുളയ്ക്കത്ര അങ്ങനത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉടക്കുകയല്ല ഗ്രാനിയെ കൊണ്ടുപോകുന്നു. പക്ഷെ ഇത് ഗ്രാനി 3 എന്ന് ഓർക്കണേ. ഇച്ചിരി പാടാണ്. ക്രോബാറൊക്കെ ഗ്രാനി 2 വെറും സിമ്പിൾ. റോബോട്ടിക്കാവാ. ഈ സാധനം നമുക്ക് മണ്ടയ്ക്കകത്തോണ്ട് ഇടണം ഗൈസ്. നമ്മൾ ആ സാധനം മണ്ടയ്ക്ക് കൊണ്ട് നമുക്ക് ഇടണം. തണ്ടി നല്ല ആവശ്യമുണ്ടാകും നമുക്ക്. പ്ലാങ്ക് നല്ല ക്രോസ് ചെയ്യാം നമുക്ക്. അതുകൊണ്ട് തള്ളയിലെ കൂടെ പോകുമ്പോൾ നേരെ മണ്ടയ്ക്കോട്ട് വിടാം.
ഓക്കെ, നടക്കുന്ന ഒച്ച എനിക്ക് കേൾക്കാം. ഗ്രാനി 3 ഞാൻ കളിക്കുമ്പോൾ നല്ല രസം. ഓ വാവ്, ഞാനാണെ പിടി, അല്ല പെണ്ണാണെ പിടി, നടക്കത്തില്ല. ഇവരെന്തുവാണ് ഈ സിയു സിയു എന്ന് പറയുന്നത്? ഇവരെങ്ങനെ കണ്ടെങ്കിൽ എന്നെ പിടിക്കില്ലേ ഗൈസ്? ഇവരെന്ത് ഷൊട്ടയാണ് ഈ കാര്യമായിട്ട് പറയാമല്ലോ എന്നെ കൊണ്ട്. നിത്യവതാരം കഞ്ചാവസാരം ഭുജകേന്ദ്രകാളം അത്യവസന്തം വിനയമൂണിന്തേ. ഇത് ഇവിടെ കൊണ്ടിട്ടേ ഇവര് തൊള്ള മുടിഞ്ഞ സീനാട്ടെ. പിടിക്കരുതേ മുത്തേ, എപ്പോഴാ പറയാം. നമ്മൾ ഈ പ്ലാങ്ക് എടുത്തതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മണ്ടക്കിട്ടാൽ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഇതെങ്ങാനും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് ചെയ്യും. ഇപ്പോഴേ പറയാം, നമ്മൾ ട്രൈ ചെയ്തങ്ങ് ഇടുവാണ്. എൻ്റെ പള്ളി ഇതൊക്കെ എന്നെ പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്യും. പിടി പറ്റെങ്കിൽ പിടി പിടി പിടി. നടക്കത്തില്ല നമ്മളെ കണ്ടുപിടിക്കാൻ. വിട്ടി പോവാതല്ല ഇവിടെ നിന്ന്. എന്താ ഇത് വിടുവിടുന്നു. ഗ്രാനി 3 എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ് ഗൈസ്. ഗ്രാനി 2 ഭയങ്കര എളുപ്പമാണ്. ഗ്രാനി 3 ആണ് ഗൈസ് ഏറ്റവും എളുപ്പം. പക്ഷേ ഗ്രാനി 2 ഭയങ്കര പാടാണ് ഗൈസ്. ഇത് ഇത്ര പെട്ടെന്ന് മണ്ടക്കില്ല. ഒരു വീണ്ടും ആ സാധനം വിട്ട് ഗൈസ്. എങ്ങനെ സാധിക്കുന്നതിനെ കൊണ്ട് അവരതവിടെ കൊണ്ട് പിന്നെ ഇട്ട് എങ്ങനെ സാധിക്കുന്നവരെ കൊണ്ട്. നല്ല പാടാണ്. ഇട്ടിട്ടുണ്ട്. ഞാനങ്ങ് പോയാൽ മാത്രം മതി ഗൈസ്. അവരവിടെ കിടന്ന് കൊണകൊണയാൻ പറ്റുന്നുള്ളൂ. നമുക്ക് നൈസായിട്ട് രക്ഷപ്പെടാം. കട്ടാ അവർ ഡു യു വോണ്ട് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്കും പറഞ്ഞുകൊണ്ട് അതിനിടയ്ക്ക് നമ്മൾ തുറന്നായിരുന്നു ഗൈസ്. തുറന്നായിരുന്നു ഗൈസ്. ഇവിടെ അല്ല നമുക്ക് വേണ്ടേ, ഇവിടെ അല്ല നമുക്ക് വേണ്ടേ. ഇവിടെ ഇത് തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ നടക്കത്തില്ല. ഇവിടെ വന്നിട്ട് എന്തിനാണെന്നും കൂടെ ഒന്ന് പറ. തിരിച്ചു പോകാൻ നമ്മളെ കൊണ്ട് പറ്റിയാലേ ഇത് എന്ത് പാടാന്നറിയാവും. കണ്ണും കാണാമേല. എന്ത് സീനാണ് ഇത്. അവിടെ നൈസായിട്ട് രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടെ എത്തിയാൻ ഗൈസ്. വേഗം വാ.
സ്ഥലം. ഇതുവരെയായിട്ട് എനിക്ക് ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല. അത് വേറെ കാര്യം. ഈ സാധനം നല്ല വലിയ വീടൊക്കെയാണ് ഗൈസ്. കണ്ടാ, ഞാൻ ഈ ഒരു സാമാനം വെച്ചോണ്ടാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണേ. ഓ പോണ്ട, എനിക്ക് പോണ്ട 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 അടി പോണ്ട പോണ്ട. എടാ ഞാൻ അടി പോകാനാണോ എന്നോട് പറഞ്ഞേ? എന്തൊക്കെയാണ് ഞാൻ കാണുന്നത്? ഞാനിത് എവിടാ? നമുക്ക് നടുക്കുള്ള സ്ഥലത്താണ് കാണുന്നത്. പാവ ഈ ടെലിവിഷൻ അപ്പുറത്തും വേണം. സെൻറ്ററിലേക്ക് പോയി. എന്തുകൊണ്ട് ഞാൻ വിറയ്ക്കുന്നില്ല. മണ്ട ചെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സാധനത്തിൽ നമുക്ക് ഡോപ്പ് ചെയ്യാൻ പാടുണ്ട്. ഞാൻ എന്താണ് ചോദിച്ചാൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഓ കേക്ക് ഓ റെഡി ഉടക്കണം. കീ ഇട്ട് ഗൈസ് അവരവിടെ. സേഫ് കീ അവിടെ കൊണ്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമേ എനിക്കറിയത്തില്ല. എപ്പോഴാണ് പറയാം. ഓ ഗൈസ്, നീഡ് എ ക്രോബാർ. അങ്ങനെ ഇരിക്കുന്നു. നമ്മൾ അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിനകത്ത് കുറച്ചും കൂടെ കളിക്കുന്നതായിട്ട് കാണിക്കുന്നതായിരിക്കും. പറ്റുമെന്ന് നമ്മൾ എസ്കേപ്പ് ട്രൈ ചെയ്യും. നമ്മൾ ഗ്രാനി 2ൻ്റെ എസ്കേപ്പിംഗ് അല്ല ഗ്രാനി 3യുടെ എസ്കേപ്പിംഗ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം നമുക്ക് ബൈ പറയാം. ബൈ.